ഉദ്യോഗസ്ഥർ ആർക്ക് വേണ്ടി പണിയെടുക്കണം? ജനം ആരോട് ചെന്ന് പരാതി പറയണം? മന്ത്രിക്കൊരു പരിപാടി ഉണ്ടെങ്കിൽ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് വേണോ ചെയ്യാൻ? പലപ്പോഴും VIP-കൾക്ക് വേണ്ടി പലതും ത്വജിക്കുന്നവരാണ് സാധാരണ ജനം. സമയവും സൗകര്യവും എല്ലാം എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണെന്ന് തിരിച്ചറിയാൻ ഇവിടുത്തെ അധികാരവർഗം ഇനിയും തയ്യാറായിട്ടില്ല. എത്രയൊക്കെ പ്രതിഷേധങ്ങളും വാർത്തകളും വന്നാലും ഒറ്റപ്പെട്ട സംഭവമായി വീണ്ടും വീണ്ടും ഇത്തരം വിഷയങ്ങൾ മാറുകയാണ്. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, തിരുവനന്തപുരം മുട്ടത്തറയിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ട സംഭവമാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പരിപാടിയിൽ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പോയതോടെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ടത്. അതും ആളില്ലെന്ന് പറഞ്ഞ് ഒരാഴ്ച മുൻപ് മന്ത്രി നിർത്തിവെച്ച മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫിനാണ് ഉദ്യോഗസ്ഥർ ഒന്നടങ്കം പോയത്. ഇവിടെ ഉദ്യോഗസ്ഥരെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ടെന്നും തോന്നുന്നില്ല. കാരണം ഇതേ പരിപാടിയാണ് ഉദ്യോഗസ്ഥരുടെ അഭാവം മൂലം മുടങ്ങിപ്പോയത്. സംഘാടനം മോശമാണെന്ന് ആരോപിച്ച് മോട്ടോർ വാഹന വകുപ്പിന്റെ പരിപാടിയിൽ നിന്ന് മന്ത്രി ഗണേഷ് കുമാർ ഇറങ്ങിപ്പോയതായിരുന്നു വാർത്ത. 52 വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മമായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്തത് തന്റെ പാർട്ടിക്കാരും കുറച്ച് ഉദ്യോഗസ്ഥരും മാത്രമെന്ന് പറഞ്ഞ് ചടങ്ങ് റദ്ദാക്കി മന്ത്രി മടങ്ങുകയായിരുന്നു. സംഘാടകനായ MVD ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി അതേ വേദിയിൽ വെച്ച് പറഞ്ഞു. കേരള സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ചെലവഴിച്ച് 52 വാഹനങ്ങൾ വാങ്ങുകയും അത് കനകക്കുന്ന് കൊട്ടാരത്തിന്റെ മുറ്റത്ത് നിർത്തിയിട്ട് മനോഹരമായൊരു പരിപാടി നടത്തണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ യാതൊരു ഉത്തരവാദിത്വവും കാണിച്ചില്ലെന്നും ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുമെന്നുമായിരുന്നു മന്ത്രി അന്ന് പറഞ്ഞത്. മറ്റൊരു ദിവസം പരിപാടി നടക്കുമെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ആ മാറ്റിവെച്ച പരിപാടിയാണ് ഇന്ന് നടന്നത്. മന്ത്രി പറഞ്ഞ നടപടി ഭയന്ന് തന്നെയാവാം ഒരാൾ പോലും ബാക്കിയില്ലാതെ ഉദ്യോഗസ്ഥരെല്ലാം കൂട്ടത്തോടെ പരിപാടിക്ക് പോയത്. ഉദ്യോഗസ്ഥർ തിരികെ എത്തി ടെസ്റ്റ് തുടങ്ങിയെങ്കിലും അത്ര നേരം കാത്തിരുന്ന ജനങ്ങളോട് ആര് മറുപടി പറയണം? ഇന്ന് ഇത്തരത്തിലൊരു പരിപാടിക്ക് ഉദ്യോഗസ്ഥർക്ക് പോകണമെങ്കിൽ ടെസ്റ്റ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിക്കൂടെ എന്ന് കൂടി നിന്ന ജനം മൊത്തത്തിൽ പറയുന്നുണ്ട്. കൃത്യമായതോ ഉത്തരവാദിത്തമായതോ ആയ ഒരു മറുപടി പോലും ആ ജനങ്ങൾക്ക് നൽകാതെയാണ് ഉദ്യോഗസ്ഥർ അവിടെ നിന്നും പോയത്. ടൈൽസ് പൊട്ടിപ്പോകുമെന്ന വിചിത്രവാദമുയർത്തിയ ഉദ്യോഗസ്ഥർക്ക് അതേ വേദിയിൽ കൊടുത്ത മന്ത്രിയുടെ മറുപടി തന്നെയാകാം ഇത്തരം ഒരു ഭയത്തിന് കാരണം. പക്ഷെ അവിടെയെല്ലാം സമയവും പണവും ദിവസവും നഷ്ടപ്പെടുന്ന ഒരു കൂട്ടം സാധാരണ മനുഷ്യരുണ്ട്. VIP-കളുടെ ജനപ്രതിനിധികളുടെ പരിപാടിക്ക് വേണ്ടി സ്വന്തം സമയത്തിന് പോലും വില കിട്ടാതെ പോകുന്ന ഒരു പറ്റം മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ജനപക്ഷം എന്ന് പറയുമ്പോഴും ആ ജനപക്ഷത്തിനും ഒരളവുകോൽ ഉണ്ടോ എന്ന് സംശയിച്ചാൽ അത് സ്വാഭാവിക സംശയം മാത്രമാണ്.